ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ വാച്ച് കളക്ഷനാണ്. ആദ്യമായിട്ട് ടൈറ്റൻ്റെ ഒരു വാച്ചാണ്. ഇതെനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത വാച്ച്. ഞാൻ കുറേ കാലം ഇതന്നെയായിരുന്നു കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് ടൈറ്റൻ്റെ വേറൊരു വാച്ച്. ഇതിന് എത്രയായിരുന്നു റേറ്റ്? 1200 സംതിങ് ആണ്. നല്ലൊരു ബ്ലാക്ക് ഡയൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഡാനിയൽ ക്ലീൻ്റെ ഒരു വാച്ച്. ഇത് ബ്ലൂ സ്ട്രാപ്പും ബ്ലൂ കേസൊക്കെ ആയിട്ട് ബ്ലൂ ഡയലൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തോന്നി. ഇതിന് എത്രയായിരുന്നു? 1700 സംതിങ് ആയിരുന്നു. പിന്നെ ടൈമെക്സിൻ്റെ ഒരു ബ്ലാക്ക്. ഇതിന് റേറ്റ് അറിയില്ല, കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. നല്ല സ്ലീക്ക് ആയിട്ടുള്ള നല്ലൊരു എലിഗൻറ്റ് ക്ലാസി വാച്ചാണിത്. പിന്നെ ക്ലീൻ്റെ ഒരു വാച്ച്. ഇതെനിക്ക് എൻ്റെ കല്യാണത്തിന് ഫ്രണ്ട് US നിന്ന് വരുമ്പം ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. റോസ് ഗോൾഡ് കളറ്. ഇതൊന്നും ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കെട്ടാറില്ല കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന വാച്ചാണ്. പിന്നെ ഇത് ഈ ഒരു ബ്രൗൺ സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഇതിന് 1000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് കേട്ടോ. പിന്നെ ടൈറ്റൻ്റെ ഇത് ഞാനിങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെയൊക്കെ കൂടെ മാത്രം യൂസ് ചെയ്യുന്ന. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 5000 സംതിങ് ആണ് കേട്ടോ. പിന്നെ ഇത് സ്കേജിൻ്റെ ഒരു വാച്ച്. ഈ ഉള്ളിലുള്ളൊരു ബ്ലൂ പേൾ ഫിനിഷ് ഉണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, ഒരു കളറൊക്കെ മാറുന്നത്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ്. ഇതിന് 5000 സംതിങ് ആ റേറ്റ്. നല്ല തിന്നായി സ്ലീക്കായിട്ടുള്ളൊരു സാധനം കേട്ടോ. നല്ല ക്യൂട്ട് വാച്ചാണ്. പിന്നെ ഞാൻ കാസിയോ വാച്ചസിന് ഭയങ്കര ഒരു ഫാനാണ്. വിൻറ്റേജ്, എസ്പെഷ്യലി വിൻറ്റേജ് കളക്ഷൻ്റെ. അപ്പം ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ്. ഭയങ്കര ക്ലാസി ലുക്കാണ്. ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ചേരും. എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാച്ചാണ്. ഇതിന് വന്നിട്ട് 12K സംതിങ്, 12K ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഈ ബ്രൗൺ വാച്ചിൻ്റെ അതേ മോഡല് സിൽവർ കളർ. ഇതിന് 6000 സംതിങ് ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലും കണ്ട ഒരു പേൾ ഫിനിഷ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു പേൾ ഫിനിഷ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത്. പിന്നെ ഇത് കാസിയോ G-Shockൻ്റെ വേറൊരു വാച്ച്. ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പാണ്. ഗോൾഡൻ കേസൊക്കെ ആയിട്ട് നല്ല ഹെവി വാച്ചാണ്. ഹെവി എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി അല്ല, കുറച്ച് വലിയൊരു വാച്ചാണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പക്ഷേ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ. അടുത്തത് ഡാനിയൽ വെല്ലിങ്ടൻ്റെ വാച്ചാണ്. ഇതെൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ഡാനിയൽ വെല്ലിങ്ടൺ വാച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ പൈസ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നില്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ എനിക്ക് വാങ്ങി തന്നൊരു വാച്ചാണ്, ഗ്രീൻ ഡയലായിട്ടുള്ളത്. പിന്നെ G-Shockൻ്റെ ഒരു ലേഡീസ് എഡിഷൻ വാച്ചാണ്. ഇതിന് 7000 സംതിങ് ആയിരുന്നു റേറ്റ്. പിന്നെ വന്നിട്ട് G-Shockൻ്റെ തന്നെ ഒരു വാച്ച്. ഇതിന് 6000 സംതിങ് ആ റേറ്റ് വന്നത്. അപ്പം ഒരേപോലത്തെ വാച്ച് എന്തിനാണ് വാങ്ങിച്ചു വെക്കുന്നത് വെച്ചാൽ ഇതെനിക്ക് എന്തോ ഭയങ്കര ബ്ലാക്ക് ഡയലും കൂടെ ആയപ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചു. പിന്നെ 6000 സംതിങ്. പിന്നുള്ളത് Amazfitൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിപ്പം ചാർജില്ല, ഇതിൽ ചാർജർ കാണുന്നില്ല. ഞാൻ ഇപ്പം യൂസ് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ആയിപ്പോയി. പിന്നെ ഈ Amazfitൻ്റെ ഈ വാച്ച് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതില്ലേ, വാച്ച് ഭയങ്കര ചെറുതാണ്. വാച്ച് ഫേസ് ഭയങ്കര ചെറുതാണ്. മറ്റ് വാച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ചെറുതായതുകൊണ്ട് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അത് വാങ്ങിച്ചു. ഇതിന് 6000 അടുത്തായിരുന്നു റേറ്റ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് സാംസങ്ങിൻ്റെ ആക്റ്റീവ് 2 സ്മാർട്ട് വാച്ച്. ഇതിന് എത്രയായിരുന്നു? 16K ആണ് റേറ്റ്. പിന്നെ ഇത് ഞാനങ്ങനെ യൂസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ടൈമൊക്കെ തെറ്റിക്കിടക്കുക. പിന്നെയുള്ള ലാസ്റ്റ് വൺ എൻ്റെ കാസിയോൻ്റെ ഒരു ക്യൂട്ട് വാച്ചാണ്, ഒരു വിൻറ്റേജ് വാച്ച്. ഇതിന് 3000 സംതിങ് ആണ് റേറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.